الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العظيم. വളരെ മഹത്തായ ഒരു സദസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിലേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചർച്ചയുടെ വേദിയാണിത്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മൈക്കിന് മുമ്പിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. മൗലാന മഹമ്മൂദ് മദനി അവറുകളുടെ നേതൃത്വത്തിൽ ഉലമ ഉമറ ഇരു വിഭാഗങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതിന് ഊഷ്മളമായ നിലയിൽ ആ ബന്ധം സാധ്യമാക്കുന്നതിന് ഉലമാക്കളെയും ഉമറാക്കളെയും കൂട്ടിയിരുത്തി നടത്താൻ തീരുമാനിച്ച ഒരു ചർച്ചയുടെ വേദിയിലേക്കാണ് ഞങ്ങളൊക്കെ ക്ഷണിക്കപ്പെട്ടത്. അത് കേൾക്കുവാനും ആസ്വദിക്കുവാനും അതിലുപരി അനുകരിക്കുവാനുമൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ കാത്തിരുന്നത്. കേരളത്തിലെ വളരെ പ്രമുഖമായ പ്രസിദ്ധമായ ജാമിയത്തുൽ കൗസരിയയുടെ അർദ്ധശതക പൂർത്തീകരണത്തിൻ്റെ ആവേശോജ്വലമായ ഈ അനുഗ്രഹീത മുഹൂർത്തത്തിൽ ഉലമാക്കളുടെ പങ്കിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സദസ്സ് ആരംഭിച്ചത്. അസ്ർ നമസ്കാരമായപ്പോഴേക്കും ഉലമാക്കൾ മാത്രം വിചാരിച്ചാൽ ഉമ്മത്ത് നേർവഴിയിൽ നയിക്കപ്പെടുകയില്ല എന്ന അവബോധമുണ്ടാവുകയും അതുകൊണ്ട് ഉമറാക്കളെയും ഉലമാക്കളെയും പരസ്പരം സഹകരിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആ സഹകരണം മുഖേന ഉമ്മത്തിന് കിട്ടേണ്ട ഉപകാരങ്ങളെ സംബന്ധിച്ചിട്ടും നമുക്ക് കൂടിയിരുന്ന് ചർച്ച ചെയ്യാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇവിടെ പ്രമുഖരായ ആളുകളൊക്കെ നമ്മോട് സംവദിച്ചു കഴിഞ്ഞു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിക്കറിട്ട് നടക്കുന്ന എൻ്റെ പ്രായത്തിൽ ഉലമാക്കളായി സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങിത്തിരിച്ച ആളുകളുടെ വാക്കുകൾക്കാണ് ഇത്രയും സമയം ഞാനടക്കം നമ്മൾ കാതോർത്തത്. ഗഫാർ മൗലവിയും ഗഫൂർ മൗലവിയും ഒക്കെ കൗസരിയിൽ നിന്നും പഠിച്ച് പാസ്സായി സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെറിയ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായി കൗസരിയുടെ പരിസരത്തുള്ള നൊച്ചുമ സ്കൂളിൽ പഠിക്കാനാണ് ആദ്യമായി വരുന്നത്. സൗദി അറേബ്യയിലുള്ള ഫാമിലി തെക്കൻ കേരളത്തിലെ ദീനിയായ മാഹോല് നാട്ടിൽ നിന്നാൽ കിട്ടൂല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കൗസരിയുടെ ചാരത്ത് അത് പ്രസരിപ്പിക്കുന്ന പരിശുദ്ധി ആസ്വദിച്ചുകൊണ്ട് ഉമ്മയെയും വാപ്പയെയും സഹോദരങ്ങളെയും ഒക്കെ ഒറ്റപ്പെടുത്തിയിട്ട് അന്നത്തെ ഈ കുറ്റിക്കാട്ടിൽ 4ാം ക്ലാസ് പഠിക്കാൻ നൊച്ചുമ സ്കൂളിൽ കോമ്പാറ സ്കൂളിൽ എന്നെ കൊണ്ട് ചേർക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കൗസരിയെ സംബന്ധിച്ചിട്ട് 460ഓളം കൗസരികൾക്ക് ഓർക്കാൻ ഒരുപാട് ഇൽമിയായ ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ എനിക്ക് ഓർക്കാൻ ഇങ്ങനത്തെ കുട്ടിക്കാലത്തെ കുറേ അനുഭവങ്ങളാണുള്ളത്. അത് ഞാനിവിടെ പറയുന്നത് അങ്ങനത്തെ ഒരു ശിശു നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് വർത്തമാനം പറയുന്നത് തന്നെ മര്യാദകേടാണ്, അധിക പ്രസംഗമാണ്. അങ്ങനെ വർത്തമാനം പറയേണ്ടി വരികയില്ല, ഇരുന്ന് കേൾക്കുകയും ചർച്ചയിൽ കാതുകൊടുത്ത് പങ്കെടുക്കുകയും ചെയ്താൽ മതിയെന്ന ഉറപ്പിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. പ്രിയമുള്ളവരെ, ഉലമാക്കളും ഉമറാക്കളും തമ്മിലുള്ള ഒരുമയെ സംബന്ധിച്ചിട്ടും ആ ഒരുമ ആരോഗ്യകരമായ നിലയിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് നൽകേണ്ട നന്മയെ സംബന്ധിച്ചിട്ടുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ഞങ്ങളുടെ ഈ സഭയുടെ സദസ്സിൻ്റെ അധ്യക്ഷൻ ഗഫാർ മൗലവി അവതരിപ്പിച്ച ആമുഖ പ്രഭാഷണം അല്ലെങ്കിൽ അധ്യക്ഷ പ്രഭാഷണം വളരെ അർത്ഥവത്തായിരുന്നു. പഴയ കാലത്തെ പാരമ്പര്യത്തെ അല്ലെങ്കിൽ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും അതിൻ്റെ വരികൾ നിവർത്തി വായിച്ചുകൊണ്ട് അത്ഭുതപൂർവ്വം സദസ്സിന് ആവേശം കൊള്ളിപ്പിക്കുകയായിരുന്നില്ല.
നമുക്ക് ചുറ്റുമുള്ള അനുഭവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രായോഗിക തലത്തിൽ ഒരു മഹലിൻ്റെ എന്നല്ല ഒരു മുനിസിപ്പാലിറ്റിയുടെ അനുഭവഗാഥ നമുക്ക് പങ്കുവെക്കുകയായിരുന്നു. അതിനുശേഷം ഗഫൂർ മൗലവി അവർ സംസാരിച്ചപ്പോൾ ഒരു കാര്യം വളരെ അർത്ഥവത്തായ നിലയിൽ അദ്ദേഹം സൂചിപ്പിച്ചു. നമ്മുടെ കേരളക്കരയിൽ നമുക്കൊക്കെ എന്നും പ്രിയങ്കരായ രണ്ട് വ്യക്തിത്വങ്ങളുടെ പരസ്പര സഹകരണത്തോടു കൂടിയുള്ള പരിശ്രമത്തിൻ്റെ തിക്തഫലമായിട്ടാണ് ഈ ഇരിക്കുന്ന നമ്മളൊക്കെ ജന്മം കൊണ്ടത് എന്ന് ബഹുമാനപ്പെട്ട മൂസ മൗലാന എന്ന ആലിമും സുബൈർ ഹാജി എന്ന അമീറും അങ്ങനെ തന്നെ പറയണം. ഗഫൂർ മൗലവി അവരുടെ വാക്കുകളെ ഞാൻ തിരുത്തുകയാണ്. ഉമറ എന്ന് പറഞ്ഞുകൂടാ, അറബി നാടുകളിൽ അതിനെ വേറൊരർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഉമറ എന്ന് പറഞ്ഞാൽ ആ അർത്ഥം തന്നെയാണ്, പക്ഷെ അതിനെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇടങ്ങളും സ്ഥലങ്ങളും ഒക്കെ ചിലപ്പോൾ തെറ്റിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉമറ എന്ന് പറഞ്ഞാൽ ഭരണകർത്താക്കൾ എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. തീർച്ചയായും ഉമറ ഭരണകർത്താക്കൾ തന്നെയാണ്, ഉമറാക്കൾ ഭരണകർത്താക്കൾ തന്നെയാകണം. പക്ഷെ ഭരണസിരാകേന്ദ്രം കച്ചവടശാലകളുടെ ഓഫീസുകളാകരുത്, വ്യവസായശാലകളുടെ മുതലാളി ഇരിക്കുന്ന ഇരിപ്പിടമാകരുത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഉമറ എന്ന് പറഞ്ഞാൽ മുതലാളിമാരുടെ ഒരു ടൈറ്റിലാണെന്നും പണമുണ്ടെങ്കിൽ മാത്രമേ ഉമറ ആകാൻ കഴിയൂ എന്നൊരു തെറ്റായ ധാരണയുണ്ട്. ആ ധാരണ തിരുത്തണം. അൽ ഉമറ മിൻ ഖുറൈഷ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അതെന്താ അതിൻ്റെ പിന്നിലുള്ള പൊരുളെന്ന് ഞങ്ങൾ പഠിക്കണം പ്രിയപ്പെട്ടത്. ഇന്ന് രാവിലെ ഉലമാഇൻ്റെ മാഹാത്മ്യത്തെ സംബന്ധിച്ചിട്ട് പ്രസംഗിച്ചപ്പോൾ വളരെ ശ്രദ്ധേയമായ നിലയിൽ സുലൈമാൻ ഉസ്താദുകൾ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാൻ കിടക്കുന്ന നേരത്ത് ഈ സമൂഹത്തെ നയിക്കാൻ വേണ്ടി അതിൻ്റെ ഭാവിയിൽ അവർക്ക് മുമ്പിൽ നിന്ന് അവർക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ഒരു വ്യക്തിത്വത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുറു അബൂബക്കറിനോട് കൽപ്പിക്കുക, ജനങ്ങളെയും കൂട്ടി അദ്ദേഹം നമസ്കരിക്കട്ടെ, നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കട്ടെ എന്ന് പറയും. നമസ്കരിക്കട്ടെ, നമസ്കാരത്തിന് ഇമാമ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ആ ഒരു 14 ഫറളുകളുടെ പൂർത്തീകരണത്തിന് അബൂബക്കർ ഇമാമാകട്ടെ, സലാം വീട്ടി പുറത്തേക്കിറങ്ങി കച്ചവടശാലയിൽ പോയിരിക്കുമ്പോൾ അവിടെ അമീർ വേറൊരാളാകട്ടെ എന്ന അർത്ഥത്തിലല്ല. നമ്മുടെ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭരണസിരാ കേന്ദ്രങ്ങളിൽ, അത് രാജ്യസഭയാകട്ടെ നിയമസഭയാകട്ടെ, ഈ പേരുകളൊന്നുമില്ലാതെ ഫലപ്രദമായ നിലയിൽ കായൽപ്പട്ടണക്കാരെ പോലെ ഇസ്ലാമികമായ പച്ചയിൽ നന്മയുടെ തണലിൽ നല്ല നിലയിൽ ഒരു മുനിസിപ്പാലിറ്റി മുമ്പോട്ട് പോകുന്നു എന്ന സത്യം നമ്മൾ കണ്ടതുപോലെ അങ്ങനത്തെ രാജ്യസഭകളും ലോകസഭകളും പോലീസ് സ്റ്റേഷനുകളും കോടതികളും ഒന്നുമില്ലാതെ പള്ളിയുടെ മിമ്പറും മിഹ്റാബും ഭരണസിരാകേന്ദ്രമായി മാറിയാൽ, പള്ളിയുടെ മിമ്പറും മിഹ്റാബും ഭരിക്കുന്നവൻ്റെ ഇരിപ്പിടമായി മാറിയാൽ ആ ഭരണമാണ് വാസ്തവത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ്റെ കൈകളിലേക്ക് കൈമാറ്റം നടത്തിയിട്ട് ഈ സമൂഹത്തിനൊരു മാതൃകയാക്കി പകർന്നു തന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ പ്രമുഖരായ പണ്ഡിതന്മാരടക്കം, പണക്കാരടക്കം, സമ്പന്നന്മാരടക്കം, നമ്മുടെ കേരളത്തിലെ പ്രമുഖരായ ഉമറാക്കളടക്കമുള്ള ഇത്തരം ഒരു സദസ്സിൽ ഈ വിനീതനിങ്ങനെ സംസാരിക്കേണ്ടി വന്നപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതിപ്പോൾ ഈ സദസ്സിനോട് വീണ്ടും സാന്ദർഭികമായി ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മൾ ഇപ്പം മഗ്രിബ് വരെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പിരിഞ്ഞിട്ട് ഈ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു എന്ന് വിചാരിക്കുക. അവിടെ ചെല്ലുമ്പം നമ്മൾ ആ നാട്ടുകാരോട് ചോദിക്കുകയാണ്, ഈ പള്ളിയിൽ ഇമാം ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ പറയും അത് കൗസരി ഉസ്താദാണ്, നജ്മി ഉസ്താദാണ് എന്ന് പറയും. കൗസരി ഉസ്താദാണ്, നജ്മി ഉസ്താദാണ്, അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു ഉസ്താദാണ് എന്ന് പറയും. തുടർന്ന് നമ്മൾ ചോദിക്കുകയാണ് ഈ പള്ളിയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഹാജിയാരാണ് എന്ന് പറയും. ഹാജിയാർ, അധികവും ഹാജിയാർ തന്നെ ആയിരിക്കണം പള്ളിയുടെ പ്രസിഡന്റ്. ചില സ്ഥലങ്ങളിലൊക്കെ ഡോക്ടർ സാഹിബാണ്, എഞ്ചിനീയർ സാഹിബാണ്. പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ ഡോക്ടർ സാഹിബ് വേണം, പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ ഹാജിയാർ വേണം, പള്ളിയുടെ ഇമാം ആകാൻ മുസ്ലിയാർ വേണം എന്നൊരു ധാരണയിൽ നിന്നാണ് ഉലമാക്കളും ഉമറാക്കളും തമ്മിലുള്ള ഈ പരസ്പര സഹകരണത്തിന് തകർച്ച ഉണ്ടായത്. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇസ്സത്തുണ്ടാകുന്നത് പള്ളിയുടെ ഇമാം ആരാണെന്ന് ചോദിച്ചാൽ അത് കൗസരി ഉസ്താദാണ്. വേറൊരാൾ അപ്പുറത്തുനിന്ന് പള്ളിയുടെ മഹലിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അതും കൗസരി ഉസ്താദാണെന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഈ സമൂഹം വളരണം, ഈ സമൂഹം ഉയരണം. നമ്മൾ 50-ാം വാർഷികം ആഘോഷിക്കുകയാണ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.
ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നല്ല തറവാട്ടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പെണ്ണിനെ ഉമ്മയാക്കുന്നതിന് വേണ്ടി ആദ്യം ഭാര്യയാക്കുന്നു. അങ്ങനെയല്ലേ? ആദ്യം ഭാര്യയാക്കാനായി തിരഞ്ഞെടുക്കുന്ന പെണ്ണിനെ കുറിച്ചിട്ട് നമ്മൾ നന്നായി ആലോചിക്കണം. അവൾ ഏത് വിധത്തിൽപ്പെട്ടവളാണെന്ന് ആലോചിക്കണം. ആ പെണ്ണിൻ്റെ വയറ്റിൽ ഒരു നല്ല കുടുംബത്തിലും തറവാട്ടിലും പിറന്ന ഒരു പുരുഷൻ്റെ ബീജം നല്ല നിലയിൽ വളരുകയാണ്. 9 മാസം കഴിയുമ്പോൾ അത് ഒരു കുഞ്ഞിന് ജന്മം നൽകും. ആ കുഞ്ഞ് നല്ല ഉലമാഇൻ്റെയും നല്ല ഉമറാഇൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെ തിക്തഫലം എന്ന നിലയിൽ നല്ലൊരു കുഞ്ഞായി ഭൂമിയിൽ പിറവിയെടുക്കും. പ്രിയപ്പെട്ടവരെ, സുബൈർ ഹാജി അവറുകളുടെയും മൂസ മൗലാന അവറുകളുടെയും പരസ്പര സഹകരണത്തിൻ്റെയും പാതിരാത്രികളിലെ കരച്ചിലിൻ്റെയും പകല് സമയത്തുള്ള നടന്ന് ക്ഷീണം ബാധിച്ച മേനിയിൽ നിന്നും ഉതിർന്നു വീണ വിയർപ്പ് തുള്ളികളുടെയും ഒക്കെ തിക്തഫലം എന്ന നിലയിൽ 50 വർഷം കൊണ്ട് 400 ചില്ലറ കുഞ്ഞുങ്ങൾ പിറന്നു എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുവരെയും മൂസ മൗലാന ഒരു ആലിമായിരുന്നു, സുബൈർ ഹാജി ഒരു അമീറായിരുന്നു. അവർക്ക് പിറന്ന കുഞ്ഞ് ഇന്നു മുതൽ അമീറുമാണ് ആലിമുമാണ് എന്ന് പറയാൻ കൗസരിയ സാധിപ്പിക്കുമാറാകണം. അള്ളാഹു അതിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് വാസ്തവത്തിൽ ഇവിടെ വേണ്ടത്. ആലിമുമാണ് അമീറുമാണ്. ആലിമാണ് അമീർ, അമീറാണ് ആലിമ് എന്നിടത്തേക്ക് നമ്മൾ എത്തണം. മുന്നിൽ നിന്ന് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഉലമാഇൻ്റെ പിന്നിൽ നമസ്കാരത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രകാരമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചിന്തിക്കാത്തത്? അബൂബക്കർ ഇമാമായി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രാവിലെ കേട്ടില്ല, ഐഷ ബീവി ഹഫ്സയുടെ സഹായം തേടിയിട്ട് പറഞ്ഞു, എൻ്റെ വാപ്പാക്ക് മനസ്സിന് അത്ര കട്ടിയൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ വാപ്പാക്ക് പകരം നിൻ്റെ വാപ്പ നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് വഴങ്ങിയില്ല, സമ്മതിച്ചില്ല. പറ്റൂല, അബൂബക്കർ തന്നെ മുന്നിൽ നിൽക്കണം, ഇമാമായി നിൽക്കണം. എന്താ പുറയിൽ ഒരുപാട് ആളുകളില്ലേ, ഹാഫിളുകൾ, ആലിമീങ്ങൾ. എന്തുകൊണ്ടാണ് അബൂബക്കറിനെ ഇമാമാക്കി മാറ്റിയത്? അബൂബക്കറിനെ ഇമാമാക്കി മാറ്റിയത് കേവലം ഒരു വഖ്ത് നമസ്കാരത്തിൻ്റെ 14 ഫറളുകളുടെ പൂർത്തീകരണത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ പുഴയിലുള്ള ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയല്ല. ഒരു വലിയ സമൂഹത്തെയാണ്, ഒരു വലിയ രാഷ്ട്രത്തെയാണ്, ഒരു വലിയ തലമുറയാണ് മുന്നിൽ നിർത്തുന്ന ഈ നേതൃത്വത്തിൻ്റെ പിന്നിലൂടെ നയിക്കപ്പെടുന്നത് എന്ന വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. നമ്മൾ പഠിച്ചിട്ടുള്ളവരാണല്ലോ, നമുക്കറിയാം. മദീനത്തെ പള്ളിയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിൻ്റെ അവസാനത്തെ നാളുകൾ വരെയും ഇത്രയേറെ തർക്കങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ സംശയങ്ങൾക്കും ആശങ്കകൾക്ക് ശേഷം വളരെ ചെറിയ ചില സമയങ്ങളിൽ മാത്രമാണ് അബൂബക്കർ ഇമാമായത് റളിയല്ലാഹു അൻഹു. അതല്ലാത്ത വേറെ ആരോ ഇമാമായില്ലല്ലോ. ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാത്ത ഒരാളും ഒരു വെള്ളിയാഴ്ചയും ഖുതുബ ഓതിയില്ല, ഒരു വഖ്ത് നിസ്കാരത്തിന് ഇമാമായി നിന്നില്ല. ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് ഇമാമാകേണ്ടത്, ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് ഖുതുബ ഓതേണ്ടത്. എന്ന് പറഞ്ഞാൽ ആലിമും ഉമറാവും ഉലമാവും എന്ന് പറഞ്ഞാൽ 2-2 നമ്മളൊക്കെ 2-2 എന്ന വിചാരത്തോടു കൂടി ജീവിക്കുന്നിടത്തോളം കാലം ഈ നൗകയെ നമുക്ക് സുരക്ഷിതമായ നിലയിൽ കരക്കടിപ്പിക്കാൻ സാധ്യമല്ല എന്നതാണ് വസ്തുത. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ അഥവാ ഈ തരത്തിൽ ഒരു നല്ല പരസ്പര സഹകരണമുണ്ടായാൽ, ഉലമാക്കളും ഉമറാക്കളും ഒരുപോലെ സഞ്ചരിക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ, ഉലമാഇൻ്റെ ഇൽമും ഉമറാഇൻ്റെ ധനവും അത് വ്യത്യാസങ്ങളില്ലാതെ ഉമ്മത്തിൻ്റെ ഉപകാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായാൽ, അവിടെ ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഉമറ എന്ന് പറയുമ്പം പണമുള്ളവർ എന്ന അർത്ഥമില്ല പ്രിയപ്പെട്ടവരെ. പണമുള്ളവർ എന്ന അർത്ഥം തെറ്റാണ്, അങ്ങനെ അർത്ഥം വെക്കുന്നത് ശരിയല്ല. പണമല്ല വലുത്. പണമെന്ന് പറഞ്ഞാൽ അതൊരു താൽക്കാലികമായ സംഗതി മാത്രമാണ്. പണത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാകേണ്ട കുറേ ക്വാളിറ്റികളുണ്ട്, ക്വാളിഫിക്കേഷനുകളുണ്ട്, കുറേ കഴിവുകളുണ്ട്. അത് പൂർണ്ണമായ നിലയിൽ ആർജിച്ചെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ ആർജവമാണ് അൽ ഉലമാ മിൻ ഖുറൈശ് എന്ന വാക്കുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഖുറൈശികൾ എല്ലാവരും സമ്പന്നന്മാരായിരുന്നില്ല, പക്ഷേ ഖുറൈശികളിൽ ഉമറും അബൂബക്കറും ഉസ്മാനും അലിയുമൊക്കെ അമീറായപ്പോൾ ഒരു വലിയ രാഷ്ട്രം നല്ല നിലയിൽ നയിക്കപ്പെടുകയായിരുന്നു, ഒരു വലിയ സമൂഹം നല്ല നിലയിൽ നയിക്കപ്പെടുകയായിരുന്നു. ഇനിയും ഈ സമൂഹത്തിൽ ആ നിലയിലുള്ള ഒരു പരിവർത്തനമുണ്ടാകാൻ, ഈ സമൂഹത്തിൽ ഒരു വലിയ വിജയകരമായ മാറ്റത്തിൻ്റെ കാഹളധ്വനിയും മുഴങ്ങാൻ ഉലമാക്കളും ഉമറാക്കളും തമ്മിൽ ആരോഗ്യകരമായ നിലയിൽ പരസ്പരമുള്ള ഈ സഹകരണം സാധ്യമാകണം. അതാണ് വാസ്തവത്തിൽ ഈ കൗസരിയ പോലെയുള്ള ദീനിയായ സ്ഥാപനങ്ങളിൽ നിന്നും ഉമ്മത്ത് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു ആ നിലയിലുള്ള നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധുക്കളായ നമ്മളുടെ ഒക്കെ കഴിവുകളെ പടച്ചവൻ ഉപയോഗപ്പെടുത്തി തരുമാറാകട്ടെ, ഉപകാരപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മൾ എല്ലാ രംഗത്തും മാതൃകാപുരുഷന്മാരായി ജീവിക്കുകയും
എല്ലാ രംഗത്തും ഉമ്മത്തിൻ്റെ മുമ്പിൽ ഇമാമായി നിൽക്കാൻ ശ്രമിക്കുകയും ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, സാധാരണഗതിയിൽ ഖുത്ബക്ക് വേണ്ടി നമ്മൾ കയറുമ്പം ജനങ്ങളുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞു നിന്നുകൊണ്ട് കുറച്ച് സമയം വർത്താനം പറയും. അതിൽ നമ്മളിങ്ങനെ വിരൽ പൊക്കിയിട്ട് പലതും പറയാറുണ്ടല്ലോ. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. 5 കാര്യങ്ങൾ പറയണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുടുംബകാര്യങ്ങളൊന്നുമല്ല, ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നുമല്ല. ഒന്നുകിൽ ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളാണ്, അതല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഖുത്ബയ്ക്ക് 5 ഷർത്തുകളുണ്ട് അല്ലെങ്കിൽ റുക്നുകളുണ്ടെന്ന് പറയാറില്ല. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളാണ്. എൻ്റെ വിരൽ തുമ്പുകൾ ചൂണ്ടുന്നത് പോലെ ആ ഖുർആനിക വചനമനുസരിച്ചിട്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സമൂഹമേ, എന്നോടൊപ്പം നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളണം. മുഹമ്മദ് നബിയുടെ മേൽ സലാത്ത് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത് ഖുർആനിന് ശേഷം മുഹമ്മദ് നബിയുടെ വാക്കുകളും കൽപ്പനകളുമാണ്. അതുകൊണ്ട് ഇതാ സമൂഹമേ, ഞാൻ പറയുന്നത് പോലെ, ഞാൻ വിരൽ ചൂണ്ടുന്നിടത്തേക്ക്, ഞാൻ നിങ്ങളെ നയിക്കുന്നിടത്തേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നിൽ നിങ്ങൾ സഞ്ചരിക്കണം. ഇത് രണ്ടും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് മൂമിനീങ്ങൾക്ക് വേണ്ടി ദുആ അടക്കണം, അത് ഫർളാന്ന് പറയുന്നില്ലേ? മൂമിനീങ്ങളായ നമ്മളുടെ ലോകത്തെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. ആ വിജയത്തിലേക്ക് നമ്മളൊക്കെ ഒന്നിച്ച് സഞ്ചരിക്കണമേ എന്ന് അവരോട് പറയണം. അഥവാ ഇതൊക്കെ സാധ്യമാകണമെങ്കിൽ യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, ഹേ ജനങ്ങളെ, നിങ്ങൾ പടച്ചവനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടണമേ എന്ന് പറയണം. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ സമൂഹത്തിൻ്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അല്പസമയം സംസാരിച്ചിട്ട് നമ്മൾ വേഗം പടിയിറങ്ങി അവർക്ക് മുന്നിൽ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിയിട്ടില്ലെങ്കിലും, ഞാൻ നിങ്ങളുടെ നേരെ കണ്ണുരുട്ടിയിട്ടില്ലെങ്കിലും, ഞാൻ നിങ്ങളുടെ നേരെ കടപട എന്ന് പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രഭാഷണ പരമ്പര അവതരിപ്പിച്ചിട്ടില്ലെങ്കിലും, ഞാൻ കൈകെട്ടുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം കൈകെട്ടും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അല്ലാഹു അക്ബർ. അയാൾ മൂല്യാരല്ലേ, അയാൾ എൻ്റെ കീഴിൽ പണിയെടുക്കുന്ന ആളല്ലേ, ഞാനല്ലേ അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത്, അതുകൊണ്ട് അയാൾ കൈകെട്ടിയപ്പോൾ ഞാൻ കൈകെട്ടൂല എന്ന് പുറകിൽ നിൽക്കുന്ന ഒരു ഉമറാവും പറയൂല. ഞാൻ നിൽക്കേണ്ടടത്ത് നിന്നാൽ, പറയേണ്ടത് പറഞ്ഞാൽ, ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ, ഞാൻ വിരൽ തുമ്പുകൾ അനക്കിക്കൊണ്ട് പടച്ചവൻ്റെ വചനങ്ങളും അവൻ്റെ ഹബീബിൻ്റെ വാക്കുകളും പറഞ്ഞാൽ ആ നിലയിൽ ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് എൻ്റെ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ തെളിയിച്ചാൽ, ഞാൻ തിരിഞ്ഞു നിന്നുകൊണ്ട് കൈകെട്ടിയാൽ എൻ്റെ പിന്നിലുള്ളവർ കണ്ണുമടച്ചുകൊണ്ട് എന്നെ അനുകരിക്കും. ഞാൻ പറയുന്നത് പോലെ കേൾക്കും, ഞാൻ പറയുന്നത് പോലെ കേൾക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ കണ്ണുമടച്ച് തന്നെ പിൻപറ്റിയ ആളുകൾക്ക് മുമ്പിൽ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി അസ്സലാമു അലൈക്കും എന്ന് അവസാനിപ്പിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോക്കല്ല. ഞങ്ങളൊക്കെ ഇമാമിങ്ങളാണ്. ഇമാമിങ്ങളുടെ റൂമിലേക്ക് കടക്കാൻ മുന്നിൽ കൂടി ഒരു ഡോറുണ്ട്, അങ്ങോട്ടും കടക്കും, അവസാനം വരും, ആദ്യം അങ്ങ് എഴുന്നേറ്റ് പോകും. അങ്ങനെയല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ ഉടനെ തിരിഞ്ഞിരിക്കുമായിരുന്നു എന്നാണ്. ആ തിരിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ഇടയിൽ ഇപ്പോൾ തർക്കമാണ്. തിരിഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ വലതു ഭാഗത്തേക്കും മറ്റു ചിലപ്പോൾ നേരെ ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് ഇരിക്കുമായിരുന്നു. എന്നിട്ട് എന്താ ചെയ്യുക? അത്യാവശ്യം തൻ്റെ ദിക്റുകൾ ദുആക്കളൊക്കെ പറഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്യരുടെ, സമൂഹത്തിൻ്റെ, നാട്ടുകാരുടെ, ജനത്തിൻ്റെ മുഖഭാവങ്ങളിലേക്ക് പോലും നോക്കും. ഓരോരുത്തരുടെയും മനസ്സ് വായിക്കും. അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചിട്ട് അന്വേഷിക്കും. ഓരോരുത്തരോടും അവരുടെ അവശതകളെക്കുറിച്ചിട്ട് ചോദിക്കും. എത്രത്തോളം എന്നാൽ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കും, ഇന്നലത്തെ രാത്രിയിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സ്വപ്നം കണ്ടോ? എന്തെങ്കിലും ഞാൻ സാധാരണ പറയാറുണ്ട്, മുഹമ്മദ് എന്ന നേതാവ്, മുഹമ്മദ് എന്ന ലീഡർ, മുഹമ്മദ് എന്ന ഭരണാധികാരി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഇമാമ്, എന്ന ഖതീബ് സമൂഹത്തിൻ്റെ സദസ്യരുടെ പിന്നിൽ തുടരുന്നവരുടെ ബാഹ്യമായ അവസ്ഥകൾ മാത്രമല്ല, അവർ കണ്ട രാത്രിയിലെ സ്വപ്നത്തെ പോലും അന്വേഷിച്ചിട്ട് എന്തെങ്കിലും സ്വപ്നം കണ്ടെങ്കിൽ പറയൂ, ഞാനതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരാമെന്ന് പറയും. ഏതെങ്കിലും ഒരു മനുഷ്യൻ രാത്രി മൊത്തം നിന്ന് നിസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് വരാൻ കഴിയാതെ പോയാൽ എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കും. അവൻ്റെ സാമ്പത്തികമായ, ശാരീരികമായ, കുടുംബപരമായ പ്രശ്നങ്ങളിൽ മുഴുവൻ ഇടപെടും. മാറി നിൽക്കലല്ല, ഇടപെടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തൻ്റെ സദസ്യരെ നയിക്കുകയും സ്നേഹിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്തപ്പോൾ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചെന്ന് കേട്ടപ്പോൾ, ഇനി മുഹമ്മദിനെ കാണാത്ത കണ്ണുകൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ തങ്ങളുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. മുഹമ്മദ് ഇല്ലാത്ത ലോകത്ത് ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ആത്മഹത്യക്ക് ശ്രമിച്ചു. മുഹമ്മദ് ഇല്ലാത്ത മദീനയിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് സന്തത സഹചാരിയായി ഒപ്പം നടന്ന ബിലാല് നാട് വിട്ടുപോയി ഡമാസ്കസിൽ പോയി ഒളിച്ചു താമസിച്ചു. പ്രിയപ്പെട്ട കൗസരികളായ എൻ്റെ ആദരണീയരായ ഉലമാ സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ട് പോയ നേതൃത്വം ഇതാണ്, ലീഡർഷിപ്പ് ഇതാണ്. ഉമറ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഇൽമോടുകൂടി ഉമറാക്കളിൽ പെടാൻ
നമുക്ക് സാധിക്കുമ്പോൾ ഇതൊക്കെ സാധ്യമാകും. അള്ളാഹു സാധ്യമാക്കി തരുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന അപേക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.